നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 310ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ കൃഷ്ണൻകുട്ടി നായരെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഹാസ്യാത്മകമായ ഒരുപാട് വേഷങ്ങൾ ചെയ്ത ഒരു വലിയ നടൻ. കരയാനും ചിരിക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഹാസ്യത്തിൻ്റെ മേൻപൊടി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓടി വരുന്നത് പൊന്മുട്ടയിടുന്ന താറാവിലെ ആ വേഷം, മഴവിൽ കവടിയിലെ കാളിമുത്തു, കോട്ടയം കുഞ്ഞച്ചലിലെ വേഷം, കാക്കോത്തിക്കാവിലെ അപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ കാലൻമത്തായി, അങ്ങനെ നിരവധി വേഷങ്ങൾ. ശ്രീ പത്മരാജൻ്റെ പെരുവഴി അമ്പലത്തിലൂടെയാണ് 1979 അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം. ഒരിടത്തൊരു ഫയൽമാൻ, അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സങ്കടവും സന്തോഷവും എല്ലാം മുന്നിൽ തെളിയും. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ലോകപ്രശസ്ത സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഡബ്ബിങ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. ഞാൻ വേറെ ചില ആവശ്യങ്ങൾക്കായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അതിരാവിലെ കൃഷ്ണൻകുട്ടി ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട്. ഡബ്ബിങ് തിയേറ്ററിനകത്ത് ഇരിക്കുകയാണ്. AC-യുടെ അതിശക്തമായ തണുപ്പിൽ അദ്ദേഹം കസേരയിൽ കാല് പിണഞ്ഞിരുന്ന് ഫ്രണ്ടിലിരിക്കുന്ന മൈക്കിൽ ചില ഡയലോഗുകളൊക്കെ പറയുകയാണ്. അപ്പോൾ ഏകദേശം 9-9:30 മണിയേ ആയിട്ടുള്ളൂ. ഞാനകത്ത് നിന്ന് ദേശീയ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ മേടിച്ച കൃഷ്ണനുണ്ണി എന്ന സൗണ്ട് എഞ്ചിനീയറെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തെ എത്രയോ കാലങ്ങളായി എനിക്കറിയാം. ഞാൻ കൃഷ്ണേട്ട എന്നാണ് വിളിക്കുന്നത്. അറിയാവുന്ന കാലം തുടങ്ങിയത് മുതൽ വളരെ മാന്യമായ പെരുമാറ്റവും വളരെ അറിവും കഴിവുമൊക്കെയുള്ള 4 ദേശീയ അവാർഡുകൾ വാങ്ങിച്ച ഒരു വ്യക്തി കൂടിയാണ് സൗണ്ട് എഞ്ചിനീയറായ ശ്രീ കൃഷ്ണനുണ്ണി. അദ്ദേഹം രാവിലെ തന്നെ റെക്കോർഡിംഗ് തിയേറ്ററിൽ ഇരിപ്പുണ്ട്. വേറെ ചില പ്രൊഡ്യൂസർമാരെ അവർക്ക് ടൈം പിന്നീടാണ് അനുവദിച്ചിട്ടുള്ളത്. റെക്കോർഡിംഗ് തിയേറ്ററെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിടണം. തമാശയാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഒരു 10 മണിയായപ്പോൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഒരു ഫയലുമായി പതുക്കെ നടന്ന് റെക്കോർഡിംഗ് തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ പുറത്ത് വേറെ ചില ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും അഭിനേതാക്കളുമൊക്കെ കാത്തിരിക്കുകയാണ്. അതിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമേ, അടൂർ സാർ രാവിലെ ഓഫീസിൽ പോകും മാതിരി ഫയലുമായിട്ട് വരുന്നു. 10-12 മണിക്കൂർ ഡബ്ബിങ്ങും മറ്റും ചെയ്യുന്നു. അത്രയും സമയമുണ്ടെങ്കിൽ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ, ഇതും ഫീച്ചർ ഫിലിമാണ് എങ്കിലും കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു ചിത്രത്തിൻ്റെ പകുതി ഏറെ ഭാഗം ഡബ് ചെയ്ത് തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞ അദ്ദേഹം ഇരുന്ന് ചിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അടൂർ സാർ ക്യാബിനിൽ കയറിയിരുന്നു. ഞാനും അപ്പുറത്തെ ക്യാബിനിൽ കയറി സാറിനൊരു നമസ്തയൊക്കെ പറഞ്ഞു. കേൾക്കാൻ കഴിയില്ലെങ്കിലും കാണാം, ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട്. പക്ഷെ ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ നടക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം ഡയസിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകം സൂചിപ്പിക്കുന്ന ഒന്നാണ്. കാരണം സ്റ്റുഡിയോ പ്രോസസ്സിംഗ് അനുസരിച്ചിട്ട് ഒരു നിർമ്മാതാവ് ബുക്ക് ചെയ്തിരിക്കുന്ന
തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ വേറൊരാൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് ചില അലിഖിത നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തുടങ്ങിയ കാലം മുതൽ ഡോക്യുമെൻ്ററിയും കാര്യങ്ങളുമൊക്കെയായി കയറി ഇറങ്ങുകയും ദേവദാസ് എന്ന സൗണ്ട് എഞ്ചിനീയറുമായിട്ടൊക്കെ വളരെ അടുപ്പം പുലർത്തുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് റെക്കോർഡിംഗ് തിയേറ്ററിൽ കയറാം, മാന്യമായി ഇടപെടാം, നമുക്ക് ഡബിങ്ങൊക്കെ കാണാം, ഇറങ്ങിപ്പോകാം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടൂർ സാറിൻ്റെ റെക്കോർഡിംഗ് വരുമ്പോൾ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ വാങ്ങിച്ച ദേവദാസ് സാർ 2 മാസത്തേക്ക് മുങ്ങുമത്രേ. കാരണം അത്രത്തോളം ക്ഷമയും മനസ്സും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ആ 2 മാസം പോയാലും, ഇത് ഞാൻ പറഞ്ഞതല്ല, അവിടെ ഇരുന്ന മറ്റുള്ള ആൾക്കാർ പറയുന്ന കാര്യമാണ്. ദേശീയ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് തീർച്ചയായും കിട്ടുമ്പോൾ ആ ധനം കൊണ്ട് ആ ശമ്പളത്തിന് ആ മാസത്തെ ആ വിടവ് നികത്താമല്ലോ. അത്രമാത്രം കാഠിന്യമേറിയതാണ് അടൂർ സാറിൻ്റെ ചിത്രങ്ങളുടെ ഓരോ വശവും. ഞാൻ വളരെ ബഹുമാനത്തോടെയും വിലയിരുത്തലോടെയും പറഞ്ഞ വാക്കുകളാണ്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ലോക നിലവാരത്തിൽ എത്തുന്നതും നിറയെ അവാർഡുകളൊക്കെ ലഭിക്കുന്നതും. മറ്റുള്ളവർ മോശക്കാർ എന്നുള്ള രീതിയിലല്ല അത്, ക്ഷമിക്കണം, മോശക്കാർ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് വേറെയാണ്. അന്ന് 3-4 പ്രാവശ്യം ചെല്ലുമ്പോഴും ഒരൊറ്റ സീൻ, ഒരു പയ്യൻ ഉമ്മുക്കിരിയിട്ട് പല്ല് തേച്ചുകൊണ്ട് വരുന്നു. ഇദ്ദേഹം ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ ഉറക്കം എണീറ്റോടാ? ഉടനെ പയ്യൻ്റെ റിയാക്ഷൻ ഇല്ല എന്നുള്ള മട്ടിൽ കാണിക്കുന്നു. ഇതാണ് ഒരു സീൻ. രാവിലെ ഏകദേശം 10 മണിക്ക് തുടങ്ങി, ഞാൻ ഏകദേശം 6 മണി വരെ ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ ഡയലോഗാണ്. അതേസമയം വേറൊരു കൊമേഴ്സ്യൽ പടമാണെങ്കിൽ പകുതിയിലേറെ ഡബ്ബിങ്ങും റെക്കോർഡിങ്ങും അങ്ങനെ പകുതിയിലേറെ ചെയ്തു തീർക്കുമായിരുന്നു. അപ്പോൾ അത്രയും ക്ഷമയോടെയും ചിന്തയോടെയും ഇരിക്കുന്ന കൃഷ്ണനുണ്ണി എന്നുള്ള സൗണ്ട് എഞ്ചിനീയറോട് ഞാൻ ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ എങ്ങനെയാണ് ഇത്രയും ക്ഷമയോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം മറുപടി പറയില്ല, ഒന്ന് ചിരിക്കും. പക്ഷെ അടൂർ സാറിൻ്റെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്. അത് 100 ടേക്കായിരുന്നാലും 200 ടേക്കായിരുന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അവിടെ വരുന്നത് വരെ മറ്റൊരു ചിന്തയില്ല. അത് ഒരു വാക്കാണെങ്കിലും ശരി, ഒരു ആക്ഷനാണെങ്കിലും ശരി, അതെടുത്തിട്ട് അദ്ദേഹം നിർത്തും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഇത്രയും ഞാനിവിടെ പറഞ്ഞത്, അന്ന് ഉച്ചയ്ക്ക് കൃഷ്ണൻകുട്ടി നായർ തണുത്ത് വിറച്ചൊരു 2 മണിയോടുകൂടി ഡബിങ് തിയേറ്ററിനകത്തു നിന്നും പുറത്തേക്ക് വരികയാണ്. തണുത്ത് വിറയ്ക്കുകയാണ്, കിടുകിടാ വിറയ്ക്കുകയാണ്. ഓ എന്തൊരു തണുപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാനും കൂടെ ഇറങ്ങുകയാണ്. ഊണ് കഴിച്ചിട്ട് ഇനി തുടങ്ങാം. അടൂർ സാറിൻ്റെ പ്രൊഡക്ഷൻ്റെ ആൾ പറഞ്ഞു ഊണ് കഴിച്ചിട്ട് തുടങ്ങാം. എന്തായാലും അത് നന്നായി, വിശന്നിട്ട് വയ്യ എന്ന് അദ്ദേഹം പറഞ്ഞ് ഫ്രണ്ടിൽ റെക്കോർഡിംഗ് തിയേറ്ററിനകത്തോട്ട് കയറുന്ന ആ പ്രവേശന കവാടത്തിൽ 1-2 കസേരകൾ ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇരുന്ന് കയ്യിലിരുന്നൊരു ചെറിയ ടവൽ കൊണ്ട് മുഖമൊക്കെ തുടച്ചിട്ട് ദൈവമേ എന്ന് വിളിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട്, നമസ്കാരം കൃഷ്ണൻകുട്ടി ചേട്ടാ. നമസ്കാരം. ഞാൻ പറഞ്ഞു, എന്തായിട്ടാ ഭയങ്കര ക്ഷീണിതനാണെന്ന് തോന്നുന്നു. ഒന്നും പറയണ്ട എന്ന് ഉറക്കെ പറഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ കൈവച്ചൊന്ന് ഉരസി. ഏത് ദൈവത്തെ വിളിക്കണം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അതെന്തായിട്ടാ ചേട്ടൻ ഏത് ദൈവത്തെ? എല്ലാ ദൈവങ്ങളെ വിളിച്ചാലും ഒന്നുപോലെയല്ലേ, ഏത് ദൈവത്തെ വിളിക്കണമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ തമാശ പറഞ്ഞതാ? ഞാൻ പറഞ്ഞു, തമാശയല്ലേ പറഞ്ഞത്, കാര്യത്തിൽ പറഞ്ഞതാണ്. നീ രാവിലെ മുതൽ തിയേറ്ററിനുള്ളിലാണല്ലോ, എന്താണ് നിൻ്റെ പരിപാടി ഇവിടെ? ഞാൻ പറഞ്ഞു, ഒരു പരിപാടിയില്ല ചേട്ടാ, വല്ല സിനിമയിൽ വല്ല ചാൻസ് വല്ലതും കിട്ടുമെന്നൊക്കെ നോക്കി നടക്കുകയാണ്. അത് ശരി, ഞാൻ അടൂരിനോട് പറയാം നിനക്കൊരു ചാൻസ് തരാം. ഞാൻ പറഞ്ഞു, അത് വേണ്ട, ചേട്ടൻ അറിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് അടൂർ സാറിനെ അറിയാം. അല്ല, ഈ ക്ഷീണത്തിൻ്റെയും ഈ വിഷമത്തിൻ്റെയും കാര്യം അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ചിരിച്ചപ്പം
വളരെ ഇതായിട്ട് പറഞ്ഞു, അദ്ദേഹം കേൾക്കണ്ട, ഒരൊറ്റ ഡയലോഗ് രാവിലെ 9 മണിക്ക് ഞാൻ ഡബ്ബിംഗ് തിയേറ്ററിൽ കയറിയാണ്. പറഞ്ഞ് ഞാൻ കുഴഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ നോക്കിയിട്ട് അടൂർ സാർ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് പേടിച്ചിരിക്കുന്ന ആ ഒരു മുഖമാണ് എൻ്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ തെളിയുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇതാണ്: നിങ്ങൾ 100 പടങ്ങളിൽ അഭിനയിക്കുന്നതിന് തുല്യമാണ് അടൂർ സാറിൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. നിങ്ങളിലെ നടൻ, നിങ്ങളിലെ അഭിനേതാവ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, വിവിധ ഭാവങ്ങളിൽ ഓരോരുത്തർ ആസ്വദിക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആ പെരുമയല്ല, അതിലും വലുതായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ തോന്നുന്നില്ലേ കൃഷ്ണൻകുട്ടി ചേട്ടന് എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ അടി എൻ്റെ കാലിൽ. നിനക്ക് വിവരമില്ലെങ്കിലും വിവേകമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. വിവരമുണ്ടെന്നോ വിവേകമുണ്ടെന്നോ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു. ഞാൻ നന്നായിട്ട് വേദനിച്ചു കേട്ടോ. നീ കൊച്ചു പയ്യനല്ലേടേ. ഞാൻ പറഞ്ഞ നല്ല സ്റ്റൈലിലാണ് സംസാരം. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അടൂരിനെ പുകഴ്ത്തി പറയലൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംവിധാന ശൈലി, രീതി ഇതെല്ലാം വ്യത്യസ്തമാണ്. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് വിമർശിച്ചാലും ലോക സിനിമയുടെ മാപ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് തങ്കലിപികളിൽ കുത്തിവെക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു വാക്കേ പറഞ്ഞുള്ളൂ എങ്കിലും, ഒരു സെൻറ്റൻസേ പറഞ്ഞുള്ളൂ എങ്കിലും, ഒരു ഡയലോഗ് നിങ്ങൾ പറഞ്ഞുള്ളൂ എങ്കിലും നിങ്ങളെ ലോകമറിയും. നിങ്ങളിവിടെ കുറേ കൊമേഴ്ഷ്യൽ പടത്തിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ എത്ര പേരറിയും? ഒന്നും മിണ്ടാതെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് മീശ എന്ന് പിരിച്ചു. അത് കളാ, നീ ഇവിടെ വന്നതിൻ്റെയും നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, ചേട്ടനെ കണ്ട് ഒന്ന് സംസാരിക്കാം, ഒരു വലിയ നടനല്ലേ. പോടാ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊന്നും അന്നും താല്പര്യമില്ല, ഇന്നും താല്പര്യമില്ല. പിന്നെ നമ്മുടെ പപ്പൻ പത്മരാജൻ എന്നെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ എന്നെ നിർബന്ധിപ്പിച്ചാണ് പെരുവഴി അമ്പലത്തിൽ അഭിനയിപ്പിച്ചത്. ഇന്നും ഞാൻ അതിനൊന്നും വളരെ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അഭിനയിക്കുന്നു, കുറച്ച് കാശം കിട്ടുന്നു, നമ്മൾ ചെലവഴിക്കുന്നു, പിന്നെ എനിക്ക് കഴിയുന്നവരെയൊക്കെ ഞാൻ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ തെളിയുന്നുണ്ട്. തെളിയും. നീ എന്നെ പുകഴ്ത്തുമല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ എന്താ പുകഴ്ത്തേണ്ട കാര്യമില്ല ചേട്ടാ, ഹാസ്യമല്ലേ, നവരസങ്ങളിൽ ഹാസ്യമാണ് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും പ്രയാസം. അത് അഭിനയിക്കുന്നവർക്കേ അറിയാൻ കഴിയുള്ളൂ. എല്ലാ ഭാവങ്ങളിലും അഭിനയിക്കാം, പക്ഷേ ഹാസ്യം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. അപ്പോൾ ചേട്ടൻ്റെ അഭിനയ മികവ്, എത്രയോ ചിത്രങ്ങളിലെ ചേട്ടൻ്റെ വേഷങ്ങൾ എത്ര തന്മയത്വമായും എത്ര രസകരമായും അവതരിപ്പിച്ചിരിക്കുന്നു. അതിനുള്ള തെളിവല്ലേ രാവിലെ 9:30 മണിക്ക് ചേട്ടൻ ക്യാബിനറ്റിൽ റെക്കോർഡിംഗ് തിയേറ്ററിനകത്ത് കയറുമ്പോൾ ഞാൻ അപ്പോൾ മുതൽ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, ഒന്ന് സംസാരിക്കണമെന്ന്. നടന്നോ? ഇല്ലല്ലോ. ഇപ്പോൾ മണി എത്രയായി? 2:30 മണിയായി. ഞാനും ഒരു വക ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടെ ക്യാൻറ്റീനിൽ എന്തുണ്ടാവുമെന്നറിയില്ല. നീ വിഷമിക്കണ്ട, എനിക്ക് പ്രൊഡക്ഷനിൽ നിന്നും ഫുഡ് കൊണ്ടുവരും, അതിലൊരു ഓഹരി നിനക്ക് തരാം. ഞാൻ പറഞ്ഞു, സന്തോഷം, ആ നല്ല മനസ്സിന് നന്ദി. പക്ഷേ ചേട്ടൻ്റെ ഈ പടത്തിലെ അഭിനയം വെട്ടിത്തിളങ്ങുക തന്നെ ചെയ്യും. എന്നൊന്ന് മൂളി. അപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ അതിൽ ഒരാൾ ഫുഡ് കൊണ്ടുവരികയും ആ ഹാളിലിരുന്ന് തന്നെ അദ്ദേഹം പേപ്പർ വിരിച്ച് അവിടെ ഇരുന്ന് അത് കഴിച്ച് കൈ കഴുകി വന്നിരുന്നതേ ഉള്ളൂ. അകത്തു നിന്നും വേറൊരു റെക്കോർഡിസ്റ്റ് വന്ന് പറഞ്ഞു, കൃഷ്ണേട്ടാ, അടൂർ സാർ വെയിറ്റ് ചെയ്യുന്നു, ചെല്ലു. അങ്ങനെ വീണ്ടും വരുന്നേ, ഇപ്പോൾ വിളിച്ചു, കുറച്ച് വെള്ളം കൊടുത്താ എന്ന് പറഞ്ഞ് കരിങ്ങാലി വെള്ളം, തിളപ്പിച്ച കരിങ്ങാലി വെള്ളവും അദ്ദേഹം ചൂടോടുകൂടി ചെറിയ രീതിയിൽ കുടിച്ചിട്ട്, നിന്നെ പിന്നെ കാണാം,
നീ തമ്മാനൂരല്ലേ, ഞാൻ ശാസ്ത്രമംഗലത്താ, നമുക്ക് കാണാം, ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് പറഞ്ഞ് തൊഴുകൈയോടെ അദ്ദേഹം റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് കയറുന്നു. അതേ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നു. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് റോക്ക് ആൻഡ് റോൾ സിസ്റ്റമാണ്. ഫിലിം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അടൂർ സാർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹം വീണ്ടും വീണ്ടും പറയണു, നിൻ്റെ അച്ഛൻ ഉറക്കമണീറ്റോടാ. ഈ ഒരൊറ്റ ഡയലോഗാണ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ റെക്കോർഡ് ചെയ്ത ഒരേ ഒരു ഡയലോഗ്. ഈ ഡയലോഗ് അത് എണ്ണിയാൽ ഒടുങ്ങില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരൂഢമായ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു വോയിസാണ് ആ ചിത്രത്തിൽ ചേർക്കുക. അപ്പോൾ ഒരു സിനിമയുടെ ജനനം, ഒരു സിനിമയ്ക്ക് പിന്നിലെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ, അഭിനയിക്കുന്നവരുടെ, ഡബ്ബ് ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഒരു നടനായി മാറാൻ, ഒരു നടൻ്റെ അഭിനയ വൈഭവം മറ്റുള്ളവരുടെ മനസ്സിൽ തളം കെട്ടാൻ, ഓർമ്മിക്കാൻ, ഇതൊക്കെ ഒരു വലിയ അനുഭവമായി ഞാൻ കരുതുന്നു. അന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം തിയേറ്ററിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ ഡയലോഗ് വീണ്ടും 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 പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അന്ന് ഞാൻ പുറത്തിറങ്ങി മറ്റു ചിലരെയൊക്കെ കണ്ടിട്ട് മടങ്ങുമ്പോൾ, ആ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നതാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ എന്ന മഹാനടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. അത്ര കഴിവുള്ള ഒരു കലാകാരൻ ഇന്ന് കാലത്തിൻ്റെ മറയിൽ വിളിച്ചെങ്കിലും ഒരു നടൻ എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി നായരെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല എന്ന വിശ്വാസത്തോടെ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.